ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം. തീത്തോസ് 1:15 ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ. ദൈവവചനം നമ്മുടെ പുറമെയുള്ള പ്രവൃത്തികളെക്കാൾ ഉള്ളിലെ അവസ്ഥയ്ക്കാണ് അധികം പ്രാധാന്യം നൽകുന്നത്. ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ആചാരങ്ങളിലോ അല്ല, ഹൃദയത്തിലാണ് ശുദ്ധി ഉണ്ടാകേണ്ടത്. ഹൃദയം ശുദ്ധമായാൽ കാഴ്ചയും ചിന്തയും സംസാരവും പ്രവൃത്തിയുമെല്ലാം ശുദ്ധമായിരിക്കും. മത്തായി എഴുതിയ സുവിശേഷം 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് കർത്താവ് പറയുന്നു. എന്നാൽ അശുദ്ധർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അത് അവരുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. അശുദ്ധമായ ഹൃദയം എല്ലാം തെറ്റായി കാണുന്നു, നല്ലതിലും കുറ്റം കണ്ടുപിടിക്കുന്നു, സത്യത്തിലും സംശയിക്കുന്നു. കാരണം മനസ്സും മനസാക്ഷിയും അശുദ്ധമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം മനസ്സും മനസാക്ഷിയുമാണ്. ദൈവം മനുഷ്യഹൃദയത്തിൽ വച്ച ആത്മീയ മുന്നറിയിപ്പിൻ്റെ ഉപാധിയാണ് മനസാക്ഷി. നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടാൽ ആത്മീയ തകർച്ച ഏതു നിമിഷവും സംഭവിക്കാം. ക്രേത്ത സഭയിൽ പുറമേ വിശുദ്ധി കാണിച്ചവരുണ്ടായിരുന്നു, എന്നാൽ അവർ ഉള്ളിൽ അശുദ്ധരായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 23:27 യേശു പറഞ്ഞതുപോലെ, പുറമേ വെള്ള തേച്ച ശവക്കല്ലറകളും അകമേ ചത്തവരുടെ അസ്ഥികളും അശുദ്ധിയും നിറഞ്ഞ അവസ്ഥയായിരുന്നു അവർക്ക്. പ്രിയമുള്ളവരെ, ശുദ്ധമായ ഹൃദയം ശുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. മതാചാരങ്ങൾ മാത്രം പോരാ, മാറ്റപ്പെട്ട ഹൃദയം നമുക്ക് വേണം. അകമേ ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധമായിരിക്കും.